ഞാൻ സാറാണോ ചോദ്യം ചോദിക്കുക? ഇന്ന് നമ്മുടെ വീഡിയോ ഈ പകൽ വെളിച്ചത്തിൽ തുടങ്ങിയതിൻ്റെ കാരണം ഇന്ന് ഞാൻ പോയില്ല കേട്ടോ. ഇന്ന് അവധിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പനി കൊണ്ട് അനങ്ങാൻ വയ്യായിരുന്നു. അനങ്ങാൻ വയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രതിമ കണക്കാൻ നടക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്തു. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ പോകണ്ടെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇന്നലെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയി. പിന്നെ ഇന്ന് എന്തായാലും ലീവ് എടുത്തു. മോനുകുട്ടന് സ്കൂളിൽ പോകാൻ റെഡിയായിട്ടിരിക്കുക. ഇന്ന് സ്കൂൾ ഓട്ടോ വരത്തില്ല, ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഓട്ടോ വരത്തില്ലേ. വെള്ളം നമുക്കത് അവർ വെള്ളവും കൊണ്ട് വന്നു. വെള്ളം ടാങ്കിനകത്ത് വെള്ളം ഇറക്കുന്നു. മോനുകൂട്ടൻ നിന്ന് സ്കൂൾ ഓട്ടോ ഇല്ല കേട്ടോ. അപ്പോൾ പക്ഷേ അവർക്ക് പരീക്ഷയുണ്ട് ഇന്ന്. 3ാം ക്ലാസ്സുകാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് പരീക്ഷ, അത് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചു. അതുകൊണ്ട് വേറൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഓട്ടോ വിളിച്ച് 9:30 കഴിയുമ്പോഴത്തേക്ക് ഓട്ടോ വരും. അപ്പം കുളിച്ച് കഴിച്ച് റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുവാണ് നമ്മുടെ മോനുകുട്ടൻ. നമ്മുടെ സ്വിച്ച് സെറ്റ് ചെയ്യാതെ ഇവിടെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാതെ. വല്ലോ നടക്കുവോ? ഇടട്ടെ, കൈമാറ്റ്. സക്സസ് ആയോ? ഓ വിടുകടാ. അപ്പൊ ശമ്പളം പറ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാങ്കൊക്കെ നിറച്ചു അവർ പോയി. നമ്മുടെ പണി ഞാൻ പറഞ്ഞില്ലേ പകൽ വെളിച്ചത്തിൽ കാണിക്കാവുന്ന ഇതാണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ പണി. ഇത്രയും നമ്മളിപ്പോൾ ഇറക്കിയ എക്സ്റ്റൻഷനാണ് കേട്ടോ. ഇവിടെ വരെ ഉള്ളായിരുന്നു നേരത്തെ. ഇവിടെ വരെ ഈ ഗ്രില്ല് അടയ്ക്കുന്നത് വരെ ഉള്ളായിരുന്നു നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടം. നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൂടെ ഇറക്കി കണ്ട്. ഇത്രയും കൂടെ ഇറക്കി ഇവിടോട്ട് നമ്മൾ ഗ്രില്ല് പുതിയ ഒരു വാതിലൂടി വെച്ചു. മറ്റേ ഇളക്കി വെക്കാവുന്നോർത്തായിരുന്നു, പക്ഷെ ഇളക്കിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ അവിടെ ഇരുന്നോട്ടെ, കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതല്ലേ. അപ്പോൾ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഞങ്ങളുടെ ഫിനിഷിങ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് കണ്ട്. ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം, അല്ലെന്നുണ്ട് വല്ലതും എഴഞ്ഞ് കയറി വന്നാലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ അവർ ഡോറ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുകൊണ്ടാണ്ട് ആ മൂല ആ പടി പോലെ അതൊന്ന് കെട്ടിയെടുക്കണം. അതാണ് ഇനിയുള്ള പണികൾ. പിന്നെ ഇപ്പം ഞാൻ ശിവ വന്നപ്പം ശിവയോട് പറഞ്ഞ അരകല്ലെടുത്ത് ഇതേലോട്ടിടാൻ. ശിവ എടുത്തിട്ട് തന്നിട്ട് പോയതാട്ടോ. ഇന്നെനിക്കിനി ഒന്നും വയ്യ, എന്നാലും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അതൊക്കെ നമുക്ക് സമയം പോലെ ചെയ്യാം. കണ്ടോ, തുണി ഇഷ്ടം പോലെ കഴുകാൻ കൂട്ടിയിട്ടുണ്ട്. അത് കഴുകണം എന്തായാലും ഇന്ന്. അയ്യോ, മോനുകുട്ടന് പോകാനുള്ള ഓട്ടോ വന്ന്. കഴിക്കാം, 1 മണിയാകുമ്പോൾ വിടും. എന്തിനാ 1 മണിയാകുമ്പോഴത്തേക്ക് വിടും. അമ്മ വിളിക്കാം, ഓട്ടോ അന്നേരം വിളിക്കാം. എന്നാ ഓട്ടോ കൂലി, ബാക്കി പൈസ കൊണ്ട് പോക്കറ്റിൽ വെച്ചോണം, കളയാതെ കേട്ടോ. കളയരുതേ. എത്രയും ചോദിച്ചു അങ്കിളിനോട്. കൂടുതലാന്നേ അമ്മയോട് പറ. മോനുകുട്ടൻ സ്കൂളിൽ പോയി. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. മീൻകറി ഇന്നലെ നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. മൊത്തം ഉണ്ടാക്കാൻ എനിക്ക് വയ്യായിരുന്നതുകൊണ്ട് കുറച്ച് ബാക്കി വന്നതാണ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞങ്ങൾക്കുള്ളതുണ്ടാക്കി മോനുകുട്ടൻ കഴിച്ചിട്ടൊക്കെ പോയി.
ഞാൻ 2 ചപ്പാത്തിയൊക്കെ കഴിച്ചു. മെഡിസിനൊക്കെ ഇനിയും കഴിക്കാറുണ്ട്. ഓരോന്നോരോന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പം നമുക്ക് ഓർഡർ വന്നത് ഞാൻ പായ്ക്ക് ചെയ്തൊക്കെ വെച്ച്. ഇന്നലെ കുറച്ച് പായ്ക്ക് ചെയ്ത് വയ്യായിരുന്നു. എന്നാലും നമ്മൾ വയ്യ എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത സാധനം അയക്കാൻ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പായ്ക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ രാവിലെ ഒരെണ്ണം കൂടെ പായ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു രാവിലെ. അപ്പം ഇത് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഓടിക്കാൻ വയ്യാത്തതാണ് ഞാൻ ഒന്നാമത് ലീവ് എടുത്തത്. മോനിക്കുട്ടിനെ വിടാൻ പോകാഞ്ഞതും അതുകൊണ്ടാണ്. ഇതെങ്ങനെയെങ്കിലും പോസ്റ്റ് ഓഫീസിലൊന്ന് എത്തിക്കണം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കട്ടെ. എന്തായാലും ഞാൻ പായ്ക്ക് ചെയ്ത് വെക്കും. ആരുടെയെങ്കിലും കൊടുത്തു വിടും, എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് പായ്ക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഇന്ന് അയക്കാനുള്ളതാണ് ഇതൊക്കെ. ഞാൻ കുറേ എല്ലാം ഇന്നലെ തന്നെ പായ്ക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ബാക്കിയാണിത് സെറ്റാക്കി വെച്ചു. ആരെങ്കിലും അങ്ങോട്ടെങ്ങാനും പോകുന്നോന്ന് തിരക്കിയിട്ട് കൊടുത്തു വിടാം എന്ന് വിചാരിച്ചാട്ടോ. രാവിലെ ഒരാൾ ഫ്രോക്കിനേറ്റിക്ക് വിളിച്ചായിരുന്നു. അപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിവർത്തുള്ള പരിപാടി നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഞാൻ അമ്മ ചോറ് വെക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ രാവിലെ പള്ളിയിൽ പോയി. ചോറ് വെച്ച് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല, ചോദിച്ചില്ല ഞാൻ. ഉച്ചയ്ക്ക് ഇന്നലെ മീൻകറി മാത്രം കൂട്ടി ചോറുണ്ടിട്ട് എനിക്കങ്ങ് എന്തോ പറ്റുന്നില്ലായിരുന്നു. എന്തായാലും ഇന്നെന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒന്നിനും ശരീരം അങ്ങോട്ട് അനുവദിക്കുന്നില്ല. കുറേ പണികൾ അങ്ങോട്ട് ഇറങ്ങിയാൽ കണ്ടില്ലേ, ഭയങ്കര പണികളാണ്. മൊത്തം ജോലികളാണ്. വാഷിംഗ് മെഷീനകത്തോട്ട് കുറച്ച് തുണികളൊക്കെ വാരിയിടാൻ. തുണികൾ വാരിയിട്ട് കഴുകിയാൽ അയവള്ളിയെല്ലാം നമ്മൾ അഴിച്ചായിരുന്നു. അതെല്ലാം ഒന്ന് കെട്ടി. എനിക്ക് കയ്യും കാലും വയ്യാതെ എങ്ങനെയാക്കി തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തുണി കഴുകണം. എന്നാൽ എന്തായാലും നടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വലിയൊരു പ്രതിസന്ധിയായിപ്പം. എല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്തുവാരി എന്തെങ്കിലും ഒരു കൂട്ടാനും വെക്കണം. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് മോനിക്കുട്ടിനെ വിളിക്കണം. അതിന് ഓട്ടോ പറഞ്ഞു വിടാം. ശകലം പോലും വയ്യ വണ്ടി ഓടിക്കാൻ. അല്ലെങ്കിൽ പോയി വിളിച്ചാൽ മതിയായിരുന്നു. വെയിലൂടിക്കൊണ്ടെങ്കിൽ ഇനി നാളത്തേടവും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഫുൾ ടൈം വീടിനകത്ത് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ലീവ് എടുത്തത്. മുറ്റമൊക്കെ മൊത്തം കരിയിലാണ്. സ്കൂള് വിട്ട് മോനിക്കുട്ടൻ വന്നു. മോനിക്കുട്ടൻ വന്ന ആകെ അമ്മമ്മയുടെ അടുക്ക പോയി. ഇവിടെ TV കാണാൻ ഒക്കാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കത്തില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇന്ന് അമ്മ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കുടിച്ചത്. ഇവിടെ വന്ന് അച്ചാറൊക്കെ എടുത്തുകൊണ്ട് പോയി. ഞാൻ ചോറ് കൊണ്ട് തന്നമ്മ. ഞാനൊരു മടിച്ച് രസം വെച്ചു. എനിക്ക് വേറെ ഒന്നും വെക്കാൻ വയ്യായിരുന്നു. എൻ്റെ മടിച്ച് രസം പരീക്ഷിച്ചവരൊക്കെ ഉണ്ട്, എൻ്റെ പ്രിയങ്ങളെ പലരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എളുപ്പമായിരുന്നല്ലോ. അതുപോലെ ഇത് ഞാൻ എളുപ്പത്തിൽ അങ്ങോട്ട് വെച്ചതാട്ടോ. ഒരു കഷ്ണം മീനും കൂടെ എടുക്കാം. ചാറൊന്നും വേണ്ട, രസമുള്ളതുകൊണ്ട് ഞാൻ കഴിക്കട്ടെ. എനിക്ക് ചോറുണ്ണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാം. ഇവിടെ ഇരുന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് അടുക്കളയുടെ വാതിലിൽ അവിടെ കേട്ടോ. കാറ്റൊക്കെ കൊണ്ട് കിളികളെയും തുമ്പിയെയും പൂച്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇന്ന് നമുക്കത് പറ്റത്തില്ല. ഞാൻ കാണിക്കട്ടെ, നമ്മുടെ പരിസരം കാണിക്കാം. അപ്പോൾ പിന്നെ കഴിക്കട്ടെ. മീൻകറിയും മടിച്ച് രസവും അച്ചാർ നാരങ്ങ കഴിക്കാൻ പോവാം. രസം വെച്ച് എന്തിനാണെന്നറിയാമോ, വായിക്കൊരു രുചി തോന്നുന്നില്ല, അതുകൊണ്ടാട്ടോ. മോനിക്കുട്ടൻ അവിടെ പോയി അമ്മയുടെ അടുക്കൽ നിന്ന് കഞ്ഞി കുടിക്കും. അവന് കഞ്ഞി കുടിക്കാനും വലിയ ഇഷ്ടമാണ്.
TV ഇല്ലാത്തതുകൊണ്ട് ഓടിപ്പോയത്. തുണി കഴുകാൻ വാഷിംഗ് മെഷീനകത്തിട്ടേക്ക് ഓഫായില്ല. മഴവള്ളി എല്ലാം അഴിച്ച് കളഞ്ഞായിരുന്നു പണി. ഇവിടെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയവള്ളി കെട്ടാൻ കുറച്ച് നേരം കൊണ്ട് അപ്പം 3 അയവള്ളി കെട്ടിയിട്ടുണ്ട്. കഴുത്തും കൈവെല്ലാം വേദന, അയവള്ളി കെട്ടാൻ വയ്യ. തൽക്കാലത്തേക്ക് 3 എണ്ണം കെട്ടി. ഇന്നലെ നമുക്ക് രാത്രി ഒരുപാട് വൈകി കിട്ടിയൊരു സ്പെഷ്യലാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ ഗോപികക്കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കേക്കാണ്. അത് രാത്രി കൊണ്ട് തന്നു. അപ്പോഴത്തേക്ക് മോനുകുട്ടനൊക്കെ ഉറങ്ങി. ഞാനപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ എടുത്ത് വെളിയിലോട്ട് വെച്ചു. തണുപ്പൊക്കെ മാറി. ചോറുണ്ടപ്പോൾ എനിക്ക് ഇരിക്കുന്ന രസം കൂട്ടി കഴിക്കട്ടെ. ചോക്ലേറ്റ് കേക്കാട്ടോ, സൂപ്പർ കേക്കാണ്. ഞാൻ ഇച്ചിരി കഴിച്ചായിരുന്നു ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ. 4 അയവള്ളി കെട്ടി കേട്ടോ, 3 അല്ല 4 എണ്ണം കെട്ടി. ഇത് വിരിച്ചിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തുണി കൂടെ വാഷിംഗ് മെഷീനകത്തോട്ട് ഇടാം. ഒത്തിരി ഉണ്ട്. കുറേ ദിവസമായി നമ്മൾ പണി നടക്കുന്നുണ്ട് തുണി കഴുകുന്നില്ലായിരുന്നു. നമ്മുടെ സ്റ്റാൻഡേല് കുറേ കൊച്ചു തുണികൾ ഏറെ വിരിക്കാനുണ്ട്. 2ഉം 3ഉം തവണയൊക്കെ ഒരാൾ ഡ്രസ്സ് മാറും ചിലപ്പോഴൊക്കെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ. അങ്ങനെ ഒത്തിരി തുണി മോനിക്കുട്ടൻ്റെ ചെറിയത് കഴുകിയത് ഇരിക്കാനുണ്ട്. അതായത് സ്റ്റാൻഡേല് എടുക്കാൻ കേട്ടോ. ഉമ്മണി തുണിയും കൂടെ കഴുകിയിടാം. അടുത്ത സെക്ഷനും കൂടെ വാരി അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇനി പാത്രം കഴുകാണ്ട്. ഞാൻ കഴുകിയില്ല, കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. പിന്നെ വന്ന് പാത്രവും കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി കുളിക്കാം. ഇനി വയ്യ, കിടക്കാൻ പോവാ. എനിക്ക് 2 റസ്ക് താ മോനും. ഞാൻ ബിസ്ക്കറ്റ് ഇരിക്കുന്നു, ബിസ്ക്കറ്റ് വിട്. നീ ബിസ്ക്കറ്റ് കഴിക്കാൻ വയ്യ. എന്നാ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാം. അമ്മമ്മയ്ക്ക് കൂടെ ചപ്പാത്തി ഇരിപ്പുണ്ട്. മോനുകുട്ടൻ എനിക്ക് ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുക്കളയൊന്നും വൃത്തിയാക്കിയില്ലായിരുന്നു. ഇവിടെ എല്ലാം തുടച്ചു. അമ്മ പാത്രവും കഴുകി കേട്ടോ. അതിൻ്റെ മേളമായിരുന്നു ഇവിടെ. 2 മുറുക്ക് ഇങ്ങിതാ, മുറുക്ക്. ഓ അയ്യോ മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറയാവോ? ആ തവള പാവം ഇവിടെങ്ങാണ്ട് ഇരുന്ന് ചാടിയേന് അതിന്റെ മണ്ടയ്ക്ക് കല്ലെടുത്തെറിഞ്ഞ് അതിനെ കൊന്നു. ദുഷ്ടൻ. ആ പാവമല്ലായിരുന്നു, എന്തിനാ അതിനെ കൊന്ന്? കണ്ണി നോക്കണ്ടായിരുന്നു, അതതിന്റെ പാട്ടിന് പോയെന്നേലും. ഒരാൾ മുറ്റം തൂക്കാൻ ഇറങ്ങിയത്. പാവം, അത് പ്രാകും. അതുങ്ങൾ പ്രാകും. നിന്റെ കാല് തല്ലി ഓടിച്ചു നിന്നെ വിട്ടാൽ നീ നടക്കുമ്പോഴെല്ലാം ഓർക്കത്തില്ലേ എന്നെ കാല് തല്ലി ഓടിച്ചോ ശരിയാവല്ലേ എന്ന് പ്രാർത്ഥിക്കത്തില്ലേ? അതുപോലെ. അതെന്തിനാ ജീവികളെ ഉപദ്രവിക്കുന്നത്? അതൊന്നും നമുക്കൊരു ദ്രോഹം ഇല്ലാതെ പോയതല്ലേ, പിന്നെ എന്തിനാ നീ എൻ്റെ പുറകെ പോയെ? എന്ന് വെച്ചാൽ അതിനെ കൊല്ലാൻ പറ്റും. പട്ടിയെ നമ്മളെ എറിയും, അത്രേ ഉള്ളൂ. ഞാനിവിടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇങ്ങോട്ട് കയറിയതാ കേട്ടോ. ഒരാൾ മുറ്റമെല്ലാം തൂത്ത്, പാവം എൻ്റെ കുഞ്ഞ്. കരിയില കത്തിക്കാൻ പോവാ. കത്തിക്കാൻ മാറ വേണ്ട. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മീൻകറി മാത്രം കൂട്ടി കഴിച്ചിട്ട് എനിക്ക് എന്തോ ഞാൻ ഓർത്ത് എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ വല്ലതും വെക്കാതെ. എൻ്റെ കൈവേദനയാണ്, കൈ രണ്ടും മുളക്കുന്നു.
പനിയുടെയും കൂടെ ആകുമ്പോൾ ഭയങ്കര വേദന. അപ്പോൾ ഇന്നലെ നമ്മൾ കപ്പ പുഴുങ്ങിയതിരിപ്പോൾ ഞാൻ അതൊരു തോരൻ പോലെ ആക്കാമെന്ന് വിചാരിച്ചു. 5-6 കഷ്ണമുണ്ട്. മോനിക്കുട്ടാണെങ്കിൽ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് അമ്മമ്മയെ വിളിക്കാൻ പോയതാ കേട്ടോ. ഭയങ്കര പൊളപ്പ് കൈക്ക്. എന്താണെന്നറിയാമോ, വൈകിട്ട് ഞാൻ നമ്മുടെ ഈ അവിടെ വല്ലതും തൂക്കണ്ടാന്ന് വിചാരിച്ചതാട്ടോ. ഒന്നും ചെയ്യല്ലോ, ഫുൾ റെസ്റ്റ് വേണം, കിടക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും നമ്മൾ വീടല്ലേ, നമ്മൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അറിയാതെ ചെയ്തു പോകും. എന്നിട്ട് തന്നെ മോനിക്കുട്ടനെ എനിക്ക് ചായയൊക്കെ ഇട്ട് തന്നത്. കുറെ നേരം കുറച്ചു നേരമൊക്കെ പോയി കിടന്നു. എന്നാലും വീട്ടിൽ ഇങ്ങനെ ജോലി കിടക്കുമ്പോൾ എത്ര നേരം കിടക്കാൻ പറ്റൂല്ലേ. ഞാൻ അരിഞ്ഞിട്ട് ചുമ്മാ ഇച്ചിരി തേങ്ങ തോരന് അരയ്ക്കുന്ന പോലെ അരച്ച് കടുവും വറുത്തെടുക്കാം. കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ പോയില്ലേ, പനി കുറവുണ്ടോ, എങ്ങനെയായെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി, ഇഞ്ചക്ഷൻ എടുത്തതാണ്. എനിക്ക് ആകെപ്പാടെ ഇത്രയും വയ്യാതായത്. പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചത്, പിന്നെ അങ്ങ് പോയി. കപ്പ നല്ലപോലെ വെന്തിട്ട് അങ്ങനെ നമ്മൾ പുഴുങ്ങിയെടുക്കത്തില്ലേ, അങ്ങനെ എടുത്തിട്ട് കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കണമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. അതിന് ഞാൻ കപ്പ വാങ്ങിച്ചത്. പക്ഷെ ഇതിനകത്ത് ചില കപ്പകൾ അങ്ങനെ വേവാത്തതുണ്ട്. ഒരെണ്ണം കണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ, വേവാത്തത്. നമുക്ക് ചാരപ്പൊക്കെ ചേർത്ത് നമുക്ക് മേക്കോ തേങ്ങ പൊട്ടിക്കാൻ പോയതാണ്. നമ്മുടെ ഇവിടെ ഒരു വാക്കത്തിയുണ്ട്. വാക്കത്തി മാമൻ ഏതാണ്ട് പണിക്ക് പോകാൻ നേരത്തെ എടുത്തോണ്ട് പോയത്. ഞാനത് മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പൊട്ടിക്കാൻ ഭയങ്കര പാടാ. ഒരു വലിയ പിച്ചാത്തിയുണ്ടേ, പിച്ചാത്തി വെച്ച് അടിച്ചടിച്ചാ പൊട്ടിക്കുന്നത്. കുറച്ച് തേങ്ങ ഇട്ടാൽ മതിയല്ലേ. അതെ, എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വേണമല്ലോ. മഞ്ഞൾപ്പൊടി, കാന്താരി ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. ഇനി എനിക്ക് വയ്യാറാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു. ആ കോള് സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് തോരനാക്കി. തേങ്ങ അരച്ചു, കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളി അരിഞ്ഞു, കറിവേപ്പില ഇട്ടു, പുഴുങ്ങി വെച്ചിരുന്ന കപ്പ മുറിച്ചതിനകത്ത് ഇച്ചിരി മീൻ ചാറ് ഒഴിച്ച് ചോറുണ്ണ. അപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെ ഒരു രസം. അറിയാൻ വയ്യാത്തോണ്ടല്ലേ കുറച്ചുകൂടെ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ. നമുക്ക് ഇങ്ങനെ ഒന്ന് നുറുക്കി കൊടുക്കാം. കഷ്ടപ്പെട്ട് നോക്കട്ടെ കൊള്ളാവോ. കുഴപ്പമില്ല. പച്ചമുളകിന് നല്ല എരിയുണ്ട് കേട്ടോ. എരി കുറവാണെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് കിട്ടും. ദേ നമ്മുടെ കപ്പത്തോരൻ റെഡിയായി. ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. അമ്മമ്മയും മോനും ഇതുവരെയും വന്നില്ല കേട്ടോ. 8 മണിയായി. അപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഞാൻ 2-3 പായ്ക്ക് ചെയ്യാനുണ്ട്. അതങ്ങ് പായ്ക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് നേരത്തെ കിടക്കാം എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അതങ്ങ് ചെയ്തേക്കാം. എന്നിട്ട് അവർ വരുമ്പോൾ നമുക്ക് ചോറുണ്ട്. ഓക്കെ. എത്ര മുട്ട എടുത്ത്? എന്തിനാ? അതിനൊക്കെ ഇച്ചിരി മതി. പിന്നെ അത്രയും എടുത്ത് എന്തിനാ? ഓ മനസ്സിലായി സാറേ. എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ കഴിച്ചോളാം. മോനുകുട്ടൻ സ്പെഷ്യൽ മുട്ട വറുത്തത്. ചുരുട്ടപ്പം മുട്ട. ഇച്ചിരി ചോറ്.
ഗ്യാസ് നിർത്തണം. രസം ഒഴിച്ച് ഇനി ഞാൻ കപ്പ റീമേക്ക് ചെയ്ത് വെച്ചെടുത്ത് മാറ്റി ഇടുന്നു. ചോറൊക്കെ വിളമ്പി ഫോൺ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. മോനുകുട്ടൻ്റെ സ്പെഷ്യല് ചോറ്, രസം, കപ്പ റീമേക്ക് ചെയ്തത്, ഒരു കഷ്ണം മീൻ. അപ്പം കഴിക്കട്ടെ. അപ്പം നാളെ കാണാം. എല്ലാവരോടും സ്നേഹവും പ്രാർത്ഥനകളും. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.